21 ദിവസം മാനിഫെസ്റ്റേഷനിലെ സംശയങ്ങളെയും കാലതാമസങ്ങളെയും എങ്ങനെ നേരിടാം. വെൽക്കം ടു സെൽഫ് മാസ്റ്ററി ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിന്റെ 21 ദിവസമായ ഇന്ന് മാനിഫെസ്റ്റേഷൻ യാത്രയിലെ ഒരു സാധാരണ വെല്ലുവിളിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സംശയങ്ങളെയും ഡൌട്ട് കാലതാമസങ്ങളെയും ഡിലേ എങ്ങനെ നേരിടാമെന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് പലപ്പോഴും ഈ സംശയങ്ങളും ഫലം വൈകുന്നതിലുള്ള നിരാശയുമാണ്. സംശയങ്ങൾ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷനെ ബാധിക്കുന്നത്? സംശയങ്ങൾ താഴ്ന്ന വൈബ്രേഷനുകളാണ് പുറത്തുവിടുന്നത്. നിങ്ങളൊരു ആഗ്രഹം പ്രപഞ്ചത്തിലേക്ക് അയയ്ക്കുകയും പിന്നീട് എനിക്കിത് ലഭിക്കുമോ, ഞാനിതിന് യോഗ്യനാണോ എന്നൊക്കെ സംശയിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് പരസ്പരവിരുദ്ധമായ സന്ദേശങ്ങളാണ് അയക്കുന്നത്. ഒരു വശത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, മറുവശത്ത് നിങ്ങളത് സംഭവിക്കില്ലെന്ന് ഭയപ്പെടുന്നു. ഈ വൈബ്രേഷണൽ പൊരുത്തക്കേട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയോ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയോ ചെയ്യും. സംശയമെന്നത് പ്രപഞ്ചത്തിന് നിങ്ങൾ നൽകുന്ന ഒരുതരം നോ സിഗ്നലാണ്. കാലതാമസങ്ങളെ എങ്ങനെ നേരിടാം? നിങ്ങളെല്ലാം ശരിയായി ചെയ്യുന്നുണ്ടായിരിക്കാം, എന്നിട്ടും ഫലം വൈകുന്നത് നിങ്ങൾക്ക് നിരാശ നൽകിയേക്കാം. ഈ കാലതാമസങ്ങൾ പല കാരണങ്ങൾ കൊണ്ടാകാം. നിങ്ങൾ പൂർണ്ണമായി തയ്യാറായിട്ടില്ലായിരിക്കാം. നിങ്ങളുടെ ആഗ്രഹിച്ച ലക്ഷ്യം ലഭിക്കാൻ നിങ്ങൾ മാനസികമായും വൈകാരികമായും പ്രായോഗികമായും തയ്യാറായിട്ടുണ്ടോയെന്ന് പ്രപഞ്ചം ഉറപ്പുവരുത്തും. ചിലപ്പോൾ ചില പാഠങ്ങൾ പഠിക്കാനോ ചില മാറ്റങ്ങൾ വരുത്താനോ വേണ്ടിയാണ് ഈ താമസം. പ്രപഞ്ചത്തിന്റെ സമയം. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ എങ്ങനെ, എപ്പോൾ എന്നുള്ളത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. പ്രപഞ്ചത്തിന് അതിന്റേതായ ഒരു മികച്ച സമയക്രമമുണ്ട്. അത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയത്താണ് കാര്യങ്ങൾ നൽകുന്നത്. കൂടുതൽ മെച്ചപ്പെട്ട ഒന്ന് കാത്തിരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ മികച്ച ഒന്ന് പ്രപഞ്ചം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടാകാം. കാലതാമസമെന്നത് ചിലപ്പോൾ ഒരു സംരക്ഷണമോ അല്ലെങ്കിൽ മികച്ചതിലേക്കുള്ള വഴിയോ ആകാം. സംശയങ്ങളെയും കാലതാമസങ്ങളെയും എങ്ങനെ നേരിടാം? വിശ്വാസം നിലനിർത്തുക. നിങ്ങളുടെ ആഗ്രഹം യാഥാർത്ഥ്യമാവുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുമ്പോൾ അവയെ തിരിച്ചറിഞ്ഞ് അതിനെ റദ്ദാക്കി നിങ്ങളുടെ അഫർമേഷനുകളോടും വിഷ്വലൈസേഷനോടും തിരികെ വരിക. കൃതജ്ഞത പരിശീലിക്കുക. നിങ്ങളിപ്പോൾ ഉള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക. കൃതജ്ഞത നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുകയും സംശയങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യും. ലെറ്റിംഗ് ഗോ പരിശീലിക്കുക. ഫലം എപ്പോൾ എങ്ങനെ വരും എന്നതിനെക്കുറിച്ചുള്ള അമിതമായ നിയന്ത്രണം ഉപേക്ഷിക്കുക. പ്രപഞ്ചത്തിൽ വിശ്വാസമർപ്പിച്ച് നിങ്ങളുടെ ഭാഗം ചെയ്യുക, എന്നിട്ട് വിട്ടുകൊടുക്കുക. പ്രചോദിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുക. സംശയങ്ങളിൽ തളർന്നിരിക്കാതെ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന ചെറിയ പ്രചോദിത പ്രവർത്തനങ്ങൾ ചെയ്യുക. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ പോസിറ്റീവായി നിലനിർത്തും. സ്വയം കരുണ കാണിക്കുക. നിങ്ങൾക്ക് സംശയങ്ങൾ വരുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തരുത്. ഇത് മനുഷ്യ സഹജമാണ്. സ്വയം സ്നേഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക. വിജയകഥകൾ വായിക്കുക, കേൾക്കുക. ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് വിജയം നേടിയവരുടെ കഥകൾ വായിക്കുന്നത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. ഓർക്കുക, മാനിഫെസ്റ്റേഷൻ എന്നതൊരു യാത്രയാണ്, അല്ലാതെ ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു മാന്ത്രിക വിദ്യയല്ല. സംശയങ്ങളും കാലതാമസങ്ങളും ഈ യാത്രയുടെ ഭാഗമാകാം. എന്നാൽ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം. അടുത്ത പാഠം ലഭിക്കുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.